AI can make mistakes. അതെ, എക്ക് തെറ്റ് പറ്റാം. നമ്മൾ ChatGPT ആണെങ്കിലും ക്ലൗഡ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് താഴെ എഴുതി കാണിക്കുന്നുണ്ടല്ലേ, AI can make mistakes. സ്വാഭാവികമായിട്ട് അതൊരു മനുഷ്യനിർമ്മിത ബുദ്ധിയാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി പുറത്തുള്ളൊരു കമ്പനിക്കോ അല്ലെങ്കിൽ കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾക്കോ അയക്കുന്ന ഇമെയിലുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ടോ, ഈ പറയുന്ന AI പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും പല ആളുകൾ അത് പൂർണ്ണമായിട്ട് വായിച്ച് അവർ അയക്കാൻ ഉദ്ദേശിക്കുന്ന കറക്റ്റ് കോണ്ടെക്സ്റ്റിലാണോ ആ മെയിലെന്ന് കൃത്യമായിട്ട് പലരും ചെയ്യാറില്ല. ചിലപ്പോൾ അവർക്ക് ഇങ്ങോട്ട് റിസീവ് ആയ ഒരു മെയിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, റിപ്ലൈ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ AI പ്ലാറ്റ്ഫോംസ് താഴെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റാം. നിങ്ങൾ ഉദ്ദേശിച്ച ആ പ്രോംപ്റ്റിനപ്പുറം ഒരു കാര്യം എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാതെ ചില ആളുകൾ മെയിൽ ചെയ്യാറുണ്ട്. മെയിൽ മാത്രമല്ല, ആളുകൾ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ കൊടുത്ത പ്രോംപ്റ്റിന് അപ്പുറമുള്ള കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് തരാറുണ്ട്. അത് റിസീവ് ചെയ്യുന്ന ആളുകൾ ലൈക്ക് AI പ്ലാറ്റ്ഫോംസ് അധികം ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്കറിയാം ഇത് കാണുമ്പോൾ ഇത് AI പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതാണോ. അവർ കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കമ്പനികൾക്കുള്ളിൽ ക്ലൗഡ് വെച്ചൊക്കെ ഇമെയിൽ ജനറേറ്റ് ചെയ്ത് അയച്ചതിന് ശേഷം അവിടുന്ന് അപ്പുറത്തെ യൂസർ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ChatGPT ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ആളുകൾ മെയിൽ പൂർണ്ണമായിട്ട് വായിച്ചു നോക്കാതെ ക്ലൗഡും ChatGPTയോ അല്ലെങ്കിൽ ജെമിനിയോ തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ പോലെയാണ് ഇപ്പോൾ നമ്മുടെ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ക്ലൗഡ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ അത് വെച്ചിട്ട് വൈപ്പ് കോഡിങ് പ്രാക്ടീസ് ചെയ്ത് വരുന്നതിൻ്റെ ഇടയിൽ ഒരു CRM ബിൽഡ് ചെയ്തു, ഒരു വലിയ ക്യാൻവാസിലുള്ള ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു, കൂടാതെ മൾട്ടിപ്പിൾ ക്രോം എക്സ്റ്റൻഷനുകളും ഷോപ്പിഫൈ ആപ്പുകളും ബിൽഡ് ചെയ്തു. പക്ഷേ ഇതിലൊക്കെ എനിക്ക് എന്ത് ചെയ്യാനുള്ള മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള നോളജ് എനിക്കില്ല. പക്ഷേ ഞാനത് കൃത്യമായിട്ട് ക്ലൗഡിൻ്റെ ഉള്ളിലെ തന്നെ റിവ്യൂവേഴ്സിന് വെച്ചിട്ട് തന്നെ അതായത് ആ AI ഏജൻസിനെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്ത് ഇതിനകത്ത് മിസ്റ്റേക്സ് കണ്ടുപിടിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൂഫ് റീഡ് ചെയ്ത് അതുപോലെ തന്നെ AI കൊണ്ട് തന്നെ അതിനകത്ത് മിസ്റ്റേക്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കാര്യം ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അതായത് ഞാൻ ക്ലൗഡിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഡോക്യുമെൻറ്റിലെ മിസ്റ്റേക്സ് എനിക്ക് ChatGPT ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതേപോലെ നേരെ തിരിച്ചും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റിലെ അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന AI കോണ്ടൻറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് കടന്നുകൂടിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യും. താങ്ക് യു സോ മച്ച്. കൂടുതൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോളോ ചെയ്യാം.